അൽഹംദുലില്ലാഹ് ഇന്നും നമുക്ക് നല്ലൊരു നല്ലൊരു മോർണിംഗ് തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ചെടിയിൽ പൂപ്പൽ വന്നിട്ട് വെട്ടിക്കളയാൻ ഒരിക്കലും മടിക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് തളിത്ത് വന്നോളൂ. അതാണ് ഇന്നത്തെ എൻ്റെ ചെറിയ കണ്ടൻറ്റ്. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് പോണ വഴിയിലിതാ മഴയൊക്കെ കിട്ടി പണ്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ വീണ്ടും തളിർത്തിട്ട് വരുന്നുണ്ട്. അണ്ണാൻ നല്ല കളിയാണ്. ഇതാണ് നമ്മളെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടി. നല്ല പൂക്കളുണ്ടാവുമല്ലോ, ചെറുതിലേ പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണിത്. ഇപ്പോൾ ഈ ചെറിയ ചെറിയ മഴയിലൊക്കെ ഒരു കമ്പ് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പിടിച്ചു. ഇല്ലാത്തടത്തൊക്കെ നമ്മളെടുത്ത് ഇല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചിട്ടോ കമ്പ് എടുത്തിട്ടോ ഒക്കെ നട്ട് കൊടുത്താൽ സൂപ്പറായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അതുപോലത്തെ ആൾക്കാർക്കൊക്കെ കൂട് വെക്കാനും ഒക്കെ നല്ല രസമാണ് ഈ ഒരു ചെടിയിട്ട. നല്ല കളിയിലാണ്. കാരണം ഇപ്പോൾ മാവുമ്മൽ മാങ്ങയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് നല്ല ഹരമായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ നട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇത് നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, ഉറുമ്പ് പൊടി 1 ലിറ്റർ വെള്ളത്തിൽ 1 നുള്ള് ഇട്ടിട്ട് അടിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ പൂപ്പൽ വരികയാണെങ്കിൽ. അപ്പോൾ ആദ്യം ഇത് നിറയെ പൂപ്പലായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, സീതപ്പഴം ഉണ്ടല്ലോ, സീതപ്പഴം നന്നായിട്ട് ഉണ്ടാകലുണ്ട് കേട്ടോ. വെയിലാണ് തോന്നുന്നു വേണ്ടത്. ഇവിടെ അത് പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും നന്നായിട്ട് കായ്ക്കലുണ്ട്. അപ്പോഴാണ് നമുക്കിത് നശിച്ച് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എടുക്കാൻ ചെല്ലുമ്പോൾ ആ സീതപ്പഴത്തിൻ്റെ എന്താ പറയുക, ആ പൊള്ളൻ്റെ സൈഡിൽ മുഴുവനും പൂപ്പലായിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അതിൽ മുക്കി വെച്ച് ബ്രഷ് കൊണ്ടൊക്കെ നല്ലോണം തേച്ച് കഴുകി അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ലോണം പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്.